കുട്ടേട്ടൻ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യണം എന്നുണ്ട് കുട്ടേട്ട. ഞാനൊന്ന് അത് പ്ലേ ചെയ്തോട്ടെ? ഓക്കെ, ആ ക്ലിപ്പ് പോന്നോട്ടെ. ഞങ്ങൾക്ക് കുട്ടേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിനി എത്ര കാലം ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ള അത്രയും നാളും എന്റെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ? എന്തൊക്കെയാ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? സമ്മതമാണോ എന്ന്? കാലത്തിനൊപ്പം നമ്മൾ വളരണ്ടേ? ഓ, ഈ 90-ാം വയസ്സിലാണോ മനുഷ്യ നിങ്ങളുടെ ഒരു വളർച്ച? എനിക്ക് എന്റെ ശരീരം വാടിയെന്ന് വെച്ച് മനസ്സിൽ പൂക്കാലം പാടില്ലെന്നുണ്ടോ? പൂക്കാലം എന്ന സിനിമയിൽ അനശ്വരമാക്കിയ രണ്ട് ഗ്രേറ്റ് ആക്ടേഴ്സ് അനശ്വരമാക്കിയ ഒരു സീനാണ് ഞങ്ങൾ കണ്ടത്. ഈ ഷോട്ട് എടുത്തപ്പോൾ ഇതെടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഈ മുട്ട് എൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, ഒരുപാട് നേരം മുട്ട് കുത്തി നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഒരു മുട്ട് കുത്തി നിൽക്കണോ 2 മുട്ട് കുത്തി നിന്നാൽ വരും? അയ്യോ അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയാണ് സമ്മതം ചോദിക്കുക, ഒറ്റ മുട്ട നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു കാര്യം ചെയ്തു, ഒറ്റ ഷോട്ട് 2 ക്യാമറ വെച്ചോ 2-3 വെച്ചോ, ഒറ്റ പ്രാവശ്യം എടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാനും ചേച്ചിയോട് പറഞ്ഞു, ലളിത ചേച്ചി നമുക്ക് ഒറ്റ ഷോട്ട് ചെയ്യണം എന്നൊക്കെ ഏകദേശം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു ധാരണയുണ്ടാക്കി. അങ്ങനെ ചെയ്തതാണ്. പിന്നെ വീണിന് ശേഷം ഞങ്ങൾ ഈ കവളത്ത് കുത്തുന്നതൊക്കെ അന്നേരം അങ്ങനെ ചെയ്യുന്നതാണത്, അന്നേരം സംഭവിക്കുന്നതാണ്. ലളിത ചേച്ചി ഒരു അത്ഭുത കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നു ചേച്ചിയെ. ഞാൻ വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് TV-യിലാണ്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ചേച്ചിയാണ് അതിനകത്തൊരു പ്രധാന കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അല്ല അവരെത്ര ഗംഭീരമായിട്ടാണ് അതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണും പലരും. ആ നടി, അഭിനയിക്കുന്ന നടി, അവരുടെ മുഖം ഒരു പ്രത്യേക മുഖം ഉള്ള ഒരു എന്താ പറയുക, ഒരു വലിയ എക്സ്പ്രസീവ് അല്ല ആ ഫേസ്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ പറഞ്ഞ ഡയലോഗിൽ കൂടിയാണ് ആ സിനിമ വികസിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെ അസാമാന്യമായിട്ടുള്ള വോയിസ് കൾച്ചറിങ്, വോയിസ് കൺട്രോളാണ് ആ കഥാപാത്രം അത്ര ഗംഭീരമായത്. ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അല്ലായിരുന്നെങ്കിൽ ആ കഥാപാത്രത്തെ നന്നാവില്ല എന്ന്. അപ്പോൾ ഈ നിമിഷം ചേച്ചിയെ പറ്റി ഇങ്ങനെ കാണിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഗംഭീര ആക്ട്രസ്സാണ്. അവരുടെ കൂടെ അവരെ ഞാൻ പണ്ട് പയ്യനായിരുന്ന കാലത്ത് KPSC നാടകം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നാടകം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും സുന്ദരിയായൊരു നടി, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരിയായ ഒരാളെ സ്റ്റേജിൽ കാണുന്നത്. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചേച്ചി അന്ന് കാണാൻ ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയെന്ന്. ഇപ്പം എന്താ മോശമാണോ? ഒട്ടുമല്ല, ഇപ്പം മോശമല്ല. ആ ഒരു സൗന്ദര്യം ശരിക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ലീല ചേച്ചിയോട് എന്ത് തോന്നുന്നു? ഇവിടെ ഉണ്ടോ? കുട്ടേട്ടനുണ്ടോ? ഞാനൊരു ചെറിയ സമ്മാനം തരികയാണ് കുട്ടേട്ടന്. ഹലോ, ഇന്നലെ കൂടി വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഹലോ, ഞങ്ങളുടെ ലീല ചേച്ചിനെ ഇതൊന്നും അറിയാം. ഞങ്ങളുടെ എന്നാലൊന്നും പറയണ്ടായിരുന്നോ? ശരിക്കും കുട്ടേട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ലീല ചേച്ചി ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഭയങ്കര പാത്ത് വെച്ച ലീല ചേച്ചി. ഞാനൊന്നും പറയലായിരുന്നു. ഇപ്പൊ എന്നെ കാണാതെ ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. അതെയോ? ഇങ്ങനെ പറഞ്ഞല്ലോ. അല്ല ലീല ചേച്ചി, കുട്ടേട്ടൻ പറയായിരുന്നു അന്ന് നാടകം കാണാൻ വന്നപ്പോ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട് ധാരാളം. അല്ല വേറൊന്നും അല്ല, ഈ പറഞ്ഞില്ലേ നമ്മുടെ ഈ പ്രപ്പോസൽ സീനൊക്കെ പൂക്കാലത്തിലെ ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്ന പോലെ അത്ര സ്വീറ്റ് ആയിട്ടാണ് രണ്ടുപേരും കൂടി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞങ്ങളുടെ ഇരിക്കുമ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും ഇരിക്കുന്നത്. അങ്ങനത്തെ മേക്കപ്പായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ആ കഥകളെല്ലാം പറഞ്ഞു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആദ്യത്തെ 2ാമത് വന്നപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ ഒരു അവാർഡ് കിട്ടില്ല. എനിക്ക് അതിശയം തോന്നി. ഇത്രയും കഴിവുള്ള ഒരു നടന് ഇത്രയും കാലമായിട്ടൊരു അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് ഈ കമ്മിറ്റി കൂടെ തോന്നണ്ടേ? ഈ കമ്മിറ്റിക്കാർക്ക് കൂടെ തോന്നണ്ടേ? എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടി, അവാർഡുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി എന്ന് പറയുകയായിരുന്നു. അതൊരു വലിയൊരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ്. സത്യമാണ്. ഈ നിമിഷവും എനിക്ക് വളരെ 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 സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചി ഇവിടെ ഉണ്ടെന്ന്.
എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഷംനാഥേട്ടാ പറയരുത് എന്ന് പറഞ്ഞാണ് ലീല ചേച്ചിയെ കൊണ്ടുവന്ന ഒരു വലിയ സർപ്രൈസ് കുട്ടേട്ടന് നൽകണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് കുട്ടേട്ടന് ലീല ചേച്ചി ഓക്കെ ആണെങ്കിൽ മതി. കാരണം ഇന്നുള്ളതിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 2 ആക്ടേഴ്സാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കുട്ടേട്ടൻ ആ മേക്കപ്പിലൊന്നും അല്ലെന്ന് എനിക്കറിയാം, കഥാപാത്രത്തെ തന്നിലേക്ക് എത്തിക്കുകയാണെന്ന് പറഞ്ഞു. ഈ ഒരു സീന് ജസ്റ്റ് ഒരു 2 ഡയലോഗ് ഏട്ടാ. അത് എനിക്ക് പറ്റില്ല. എനിക്ക് ഒരിക്കൽ പോലും ഒരു കഥാപാത്ര ഡയലോഗ് പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക നിമിഷമാണ്. ഞാൻ അപ്പൊ ആ നിമിഷം ഈ പറയുന്ന സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാല് ആ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞ മുമ്പ് ഒരു നിമിഷമുണ്ട്. ആ നിമിഷം ഒരു 2 സെക്കൻഡ് പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെയാണ് അത് എനിക്ക് ഒരിക്കലും പറ്റില്ല. എന്നാലും അച്ഛനെ പോലെ വളർന്ന് ഇതാ വലിയൊരു അഭിനേതാവായിട്ട് നിൽക്കുകയാണ് കുട്ടേട്ടൻ. വില്ലൻ ചെയ്യുന്നതാണോ, കുറച്ച് ഹാസ്യം കലർന്ന റോള് ചെയ്യുന്നതാണോ, കുറച്ച് ഇമോഷണൽ ചെയ്യുന്നതാണോ ചേച്ചിക്ക് കാണാൻ ഇഷ്ടം കുട്ടേട്ടല്ലേ? ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ എല്ലാ കഥാപാത്രങ്ങളും വളരെയധികം നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ പിന്നെ ഒരു കാര്യം, നല്ലൊരു പാരമ്പര്യത്തിൽ കൂടി വന്നതാണ് അദ്ദേഹം. ഞാനൊക്കെ പിന്നെ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് കലാമണ്ഡലത്തിലെ ഡാൻസും ഒക്കെ പഠിച്ച് അങ്ങനെ വന്നെന്നുള്ളത് അല്ല അങ്ങനെ പാരമ്പര്യം വേണം. അത് നമുക്ക് പണ്ട് ഒരു പ്രസിദ്ധിയായ നടിയോട് ചോദിച്ചു, ഒരു നടൻ അല്ലെങ്കിൽ നടിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാന്ന്. അപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു 3 കാര്യങ്ങളാണ് വേണ്ടത്. 1 ഇമാജിനേഷൻ, 2 ഇമാജിനേഷൻ, 3 ഇമാജിനേഷൻ. അത് മതി. ഭാവന ഉണ്ടെങ്കിൽ ആർക്കും എന്തും എങ്ങനെ അഭിനയിക്കാൻ പറ്റും. നമ്മൾ ഭാവന ചെയ്യാൻ പറ്റണം. സോ ഞങ്ങളുടെ സ്വന്തം ലീല ചേച്ചിക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹ സമ്മാനം നൽകുകയാണ്. കുട്ടേട്ട ഒരു പൊന്നാട ചാർത്തി ലീല ചേച്ചീനെയും കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങളൊന്ന് ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മെമൻറ്റോ നൽകുന്ന ഔസേപ്പച്ചൻ സാറായിരിക്കും. മെമൻറ്റോ നൽകി പൊന്നാട ചാർത്തി കുട്ടേട്ടനും ഔസേപ്പച്ചൻ സാറും കൂടി ഞങ്ങളുടെ സ്വന്തം KPSC ലീല എന്ന ഈ അതുല്യ പ്രതിഭയ്ക്ക് കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ഇന്നത്തെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 ആദരം ഞങ്ങൾ ഇവിടെ ഇത് അറിയിക്കുകയാണ്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ KPSC ലീല എന്ന ഈ അതുല്യ പ്രതിഭയ്ക്കുള്ള അംഗീകാരം ഞങ്ങൾ ഇവിടെ ഇത് അറിയിക്കുകയാണ്. ഔസേപ്പച്ചൻ സാറാണ് ഞങ്ങളുടെ മെമൻറ്റോ കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. താങ്ക് യു. സോ ഇനിയും ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം, ഞങ്ങളുടെ പ്രശംസാപത്രം, ഒപ്പം തന്നെ കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ഞങ്ങളുടെ ഉപഹാര സമർപ്പണം ഔസേപ്പച്ചൻ സാറും കൂടെ ചേർന്ന് ഇവിടെ ഇതാ നിർവഹിക്കുകയാണ്. പ്ലീസ് ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ഉപഹാരം ഔസേപ്പച്ചൻ സാർ നൽകുകയാണ്. KPSC ലീല എന്ന കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിഭയ്ക്കുള്ള അംഗീകാരമാണ്. അഭിനയ മികവിനുള്ള ഏറ്റവും വലിയ അംഗീകാരം, ആദരം, സ്നേഹം ഞങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ച് ഇത് അറിയിക്കുകയാണ്. കുട്ടേട്ടനും ഞങ്ങളുടെ ഔസേപ്പച്ചൻ സാറിനും ലീല ചേച്ചിക്കും ടാപ്പി നൽകുന്നതും കൂടി സാർ ഞങ്ങളൊന്ന് ഹാൻഡ് ഓവർ ചെയ്യണം. ടാപ്പി നൽകുന്ന ഗിഫ്റ്റും കൂടി ലീല ചേച്ചിക്ക് ഒന്ന് കൊടുത്താൽ മതി സാർ. ലീല ചേച്ചിക്ക് വേണ്ടിയുള്ളൊരു സ്നേഹം ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. കുട്ടേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലീല ചേച്ചി എല്ലാം മാറ്റിവെച്ച് ഇവിടെ ഓടിയെത്തി. അതിനുള്ള സ്നേഹവും നന്ദിയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. സോ ഔസേപ്പച്ചൻ സാറിനും കുട്ടേട്ടനും ലീല ചേച്ചിക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ 3 ലെജൻസിനെയും ഇവിടെ വീണ്ടും ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025